പ്രിയ തുല്യതാ പഠിതാക്കളെ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് അക്ഷരകൈരളി മാഗസിനിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യലായിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതായത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 21 to 28 ആൻസർ എനി 5 ഓഫ് ദി ഫോളോയിങ് ഇൻ 80 വേർഡ്സ് എന്നാണ് അല്ലേ. കഷ്ടി ഏതാണ്ട് ഒരു പേജ് അല്ലെങ്കിൽ 3/4 പേജ് എഴുതേണ്ടി വരും. 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതി. 8 ചോദ്യങ്ങളിൽ നിന്ന് 5 എണ്ണം ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. 21ാമത്തെ ചോദ്യം, ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ, ഡു യു അഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ റെഫറിങ് ടു ദ ലെസൺ ദ ഗിഫ്റ്റ്. ഇപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു നിരപ്പാക്കുന്ന ആളാണ് അല്ലേ, ലെവലറാണ്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആശയം ദ ഗിഫ്റ്റ് എന്നുള്ള പാഠത്തെ അടിസ്ഥാനമാക്കിയിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനും നിങ്ങളുമൊക്കെ ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഡെത്ത് എന്ന് പറയുന്ന ലെവലറാണ് അല്ലേ. അതുകൊണ്ട് യെസ് എന്ന് പറയുന്നു. ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് ഡെത്ത് ലെവൽസ് എവരി വൺ ഇൻ ദിസ് വേൾഡ്. ലോകത്തെ എല്ലാവരെയും ലെവൽ ചെയ്യുന്നതാണ് ഡെത്ത്. ഡെത്ത് ക്യാൻ ഈക്വലൈസ് എവരി വൺ. എല്ലാത്തിനെയും തുല്യമാക്കാൻ പറ്റും. ഹി ട്രീറ്റ്സ് എവരി വൺ ദ സെയിം. എല്ലാത്തിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു. നോ വൺ ക്യാൻ എസ്കേപ്പ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. ആർക്കും തന്നെ ഡെത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഡെത്ത് ഡസ് നോട്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു വൺസ് വെൽത്ത്, അച്ചീവ്മെൻറ്റ്, പൊസിഷൻസ് ആൻഡ് സ്റ്റാറ്റസ്. അപ്പോൾ ആരുടെയും നേട്ടങ്ങളും അവരുടെ പൊസിഷൻ എന്താണെന്നോ സ്റ്റാറ്റസ് എന്താണെന്നോ ഒന്നും നമ്മുടെ ഡെത്തിന് നോട്ടയില്ല. ദാറ്റ്സ് വൈ ഡെത്ത് ഈസ് കോൾഡ് ആസ് എ ലെവലർ. അതുകൊണ്ടാണ് ഡെത്തിനെ ലെവലർ എന്ന് വിളിക്കുന്നത്. ഡെത്ത് ഈസ് എ റിയാലിറ്റി ദാറ്റ് എവരിബഡി ഫേസസ് ഇൻ ദിയർ ലൈഫ് വൺസ്. ഒരിക്കൽ ജീവിതത്തിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ് ഡെത്ത് എന്ന് പറയുന്നത്. ഇൻ ദ സ്റ്റോറി ദ ഗിഫ്റ്റ്, എസ്.കെ. പൊറ്റക്കാട് ഡിസ്ക്രൈബ്സ് എ സിമിട്രി where tombs tell the story of mortality and impermanence. അപ്പോൾ ഇവിടെ സെമിത്തേരിയെക്കുറിച്ച് പൊറ്റക്കാട് ഗിഫ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ടൂം നമ്മളോട് പറഞ്ഞു തരുന്നത് നശ്വരതയുടെയും അസ്ഥിരതയുടെയും കഥയാണ് അല്ലേ. ദേ വർ സിമ്പിൾ ടൂം സ്റ്റോൺസ് നിയർ മാർബിൾ വൺസ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഡെത്ത് ദ ഗിഫ്റ്റ് എന്നുള്ള സ്റ്റോറിയിൽ ഡെത്ത് ലെവൽ ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. സിമ്പിൾ ടൂം സ്റ്റോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മാർബിൾ കൊണ്ടുണ്ടാക്കിയതുമുണ്ട്. ഡ്യൂക്സ്, ലോർഡ്സ്, ഓർഡിനറി വർക്കേഴ്സ് ആൻഡ് ലേബറേഴ്സ് ഹാഡ് ബീൻ ബറീഡ് സൈഡ് ബൈ സൈഡ്. അവിടെ പൊസിഷനൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ പ്രഭുക്കൾ മുതൽ വർക്കേഴ്സ് വരെ, സാധാരണ ജനങ്ങൾ വരെ അവിടെ അരികെയായിട്ട് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ ടൂം ഓഫ് എ വിർജിൻ മൈറ്റ് ലൈ ക്ലോസ് ടു ദാറ്റ് ഓഫ് ബുച്ചർ. ബുച്ചറിൻ്റെ സൈഡിൽ വിർജിൻ കാണാം. സൺസ്, ഫാദേഴ്സ്, വൈഫ്സ്, ഹസ്ബൻഡ്സ്, ലവേഴ്സ്, എവരി വൺ ക്രൗഡഡ് ദ പേയിങ് ഹോമേജ് ടു ദ ഡെത്ത് ഓൺ ദ ഡെത്ത് ആനിവേഴ്സറി അല്ലേ. ഏജ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ടു ബി ടേക്കൺ അവേ. അപ്പം മരിച്ചു പോകാൻ ഏജ് എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമേ അല്ല. There we see an old couple paying homage to their 9-year-old son who had died 35 years ago. 35 വർഷം മുമ്പ് മരിച്ച അവരുടെ 9 വർഷം പ്രായമുള്ള ഒരു കുട്ടിയെ കാണാൻ വരുന്ന ഓൾഡ് കപ്പിളിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഓതർ. ഹിയർ ഡെത്ത് വാസ് ഇമ്മോർട്ടലൈസിങ് ദ ചൈൽഡ്ഹുഡ് ഓഫ് ചിക്കോ. ഇവിടെ നമുക്ക് കാണുന്നത് ചിക്കോവിൻ്റെ ഒരു ശൈശവത്തെ ഇമ്മോർട്ടലൈസ് ചെയ്യുന്ന, അനശ്വരമാക്കുന്ന മരണത്തെയാണ്. എവരി വൺ വിൽ ഡൈ ആൻഡ് ബിക്കം ഡസ്റ്റ് വൺ ഡേ. എല്ലാവരും ഒരിക്കൽ മരിക്കുകയും മണ്ണായി അല്ലെങ്കിൽ പൊടിയായി തീരുകയും ചെയ്യും. നെക്സ്റ്റ് 22nd ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ റിവ്യൂ ഓഫ് എനി ഫിലിം യു ഹാവ് വാച്ച്ഡ് റീസെൻ്റ്ലി. ഈ അടുത്ത് കണ്ട ഏതെങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ എഴുതാനാണ്. നമ്മളിവിടെ ഹോം എന്നുള്ള സിനിമയുടെ റിവ്യൂ എഴുതിയിട്ടുണ്ട്. ഹോം ഈസ് എ ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ റോജിൻ തോമസ്. ഇറ്റ്സ് എ ടെയിൽ ഓഫ് എ ഫാമിലി വി ഹാവ് സീൻ ഓർ മേ ബി വൺ വി ആർ ലിവിങ് ഇൻ. ഒരു ഫാമിലിയുടെ കഥയാണ് അല്ലേ. നമ്മൾ കണ്ട ഒരു ഫാമിലിയുടെ കഥ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ഫാമിലിയുടെ കഥ. ദ ക്യാരക്ടേഴ്സ് ആർ പീപ്പിൾ ഫ്രം അറൗണ്ട് അസ്. അതിലെ ക്യാരക്ടേഴ്സ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ്. ദ പ്രോബ്ലംസ്, അവരുടെ പ്രോബ്ലംസ് ഉണ്ട്, അവരുടെ സ്ട്രഗിൾസ് അല്ലേ, അവരുടെ കഷ്ടപ്പാടുകൾ ആർ റിയൽ, അതൊക്കെ യഥാർത്ഥം തന്നെയാണ്. ആൻഡ് സോ ആർ ദ സൊല്യൂഷൻസ്. അതിൻ്റെ ആ പ്രോബ്ലംസിൻ്റെയൊക്കെ സൊല്യൂഷൻസും റിയലാണ്. തോമസ് ക്രിയേറ്റ്സ് എ മെയിൻ പ്ലോട്ട് റിലേറ്റബിൾ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ദ ഇന്ദ്രൻസ് മഞ്ജു പിള്ളി കാസ്റ്റിംഗ് ആസ് എ കപ്പിൾ ഈസ് സർപ്രൈസിങ്. ഇപ്പോൾ നമ്മൾ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഇന്ദ്രൻസിൻ്റെയും മഞ്ജു പിള്ളയുടെയും കാസ്റ്റിംഗ് വളരെ ഉഷാറാണ്. ശ്രീനാഥ് ബാസി, നെസ്ലിൻ, ജോണി ആൻ്റണി, കൈനക്കരി തങ്കരാജ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് കാസ്റ്റ് ആൻഡ് ക്രൂ മെയ്ഡ് ദിസ് ഹോം ബിലീവബിൾ. ഇപ്പോൾ ഈ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആക്ടേഴ്സ് എല്ലാവരും ഹോമിനെ ബിലീവബിളാക്കി. ചേഞ്ചിങ് വിത്ത് ദ ടൈംസ് ഈസ് നോട്ട് സംതിങ് വിച്ച് കംസ് നാച്ചുറലി ടു എവരി വൺ. അപ്പം എല്ലാവർക്കും സമയത്തിനനുസരിച്ച് മാറാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വൺസ് ഒലിവർ ട്വിസ്റ്റ്, അതിലത്തെ മെയിൻ ക്യാരക്ടറാണല്ലോ ഒലിവർ ട്വിസ്റ്റ്, ഇന്ദ്രൻസിൻ്റെ. ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ഹോം എന്ന കഥയിലെ ഹീറോ വാസ് റണ്ണിങ് എ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ വീഡിയോ കാസറ്റ് ലെൻഡിങ് ലൈബ്രറീസ് ഇൻ ടൗണിൽ എല്ലാവരും വരുന്ന ഒരു വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദ ഇയർ ഓഫ് വീഡിയോ കാസറ്റ്സ് പാസ്റ്റ്. പക്ഷേ കാലം കഴിയും തോറും
കാര്യങ്ങൾ മാറി മാറി വരും. അപ്പം വീഡിയോ കാസറ്റിൻ്റെ യുഗം അവസാനിച്ചു ആൻഡ് ഹി വാസ് ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ അതുപോലെ വീഡിയോ കാസറ്റിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യവും പരിങ്കലിലായി. ദ മൂവി ഈസ് എ പ്യുവർ റിഫ്ലക്ഷൻ ഓഫ് എ ഫാമിലി വേർ ടെക്നോളജി റൂൾസ് ആൻഡ് സെഗ്രിഗേറ്റ്സ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ജനറേഷൻസ്. അപ്പോൾ ഈ സിനിമ ഒരു പ്യുവർ റിഫ്ലക്ഷനാണ്, ഒരു പ്രതിഫലനമാണ് എന്തിൻ്റെ, ഓഫ് എ ഫാമിലി വേർ ടെക്നോളജി റൂൾസ് ആൻഡ് സെഗ്രിഗേറ്റ്സ് പീപ്പിൾ. ആളുകളെ ഭരിക്കുന്നതും അവരെ വിഭജിക്കുന്നതുമായ ടെക്നോളജിയെക്കുറിച്ചാണ് ഈ കഥ, അല്ലേ? എങ്ങനത്തെയുള്ള ആളുകളാണ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ജനറേഷൻസ്. അപ്പോൾ പഴയ തലമുറയ്ക്ക് ഒരു പക്ഷേ ടെക്നോളജി അത്ര വശമുണ്ടാവില്ല, പുതിയവർക്ക് അങ്ങനെയുമല്ല, അവർ ടെക്നോളജിയിലാണ് ജീവിക്കുന്നത്. ദ ഇഗ്നോറൻസ് ഓഫ് സീനിയർ സിറ്റിസൺസ് അബൌട്ട് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് ക്രിയേറ്റ്സ് എ കാസം ഇൻ റിലേഷൻഷിപ്സ്. ഇപ്പോൾ ബന്ധങ്ങളിൽ ഒരു വിള്ളലുണ്ടാകുന്നുണ്ട് ടെക്നോളജി. എന്ത് കാരണമാണ്? ബിക്കോസ് ഓഫ് ദ ഇഗ്നോറൻസ് ഓഫ് സീനിയർ സിറ്റിസൺസ് അബൌട്ട് ടെക്നോളജി. ടെക്നോളജിയെക്കുറിച്ചുള്ള മുതിർന്ന ആളുകളുടെ അറിവില്ലായ്മ കൊണ്ട്. ഇൻ ദ പ്രസന്റ് ഡേ, Oliver finds an almost unbridgeable gap between him and his sons, who are lost in their smartphones and drowned in social media, a world which is alien to him, as it is for many of his generation. ഇന്ന്, അതായത് ഈ സിനിമയുടെ പ്ലോട്ടാണ്. ഇന്നത്തെ കഥ എന്താണ്? ഒലിവർ ഫൈൻസ് ആൻ ഓൾമോസ്റ്റ് അൺബ്രിഡ്ജബിൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് സൺസ്. താനും തൻ്റെ മക്കളും തമ്മിൽ നികത്താനാവാത്ത ഒരു ഗ്യാപ്പ് ഒലിവർ കാണുകയാണ്. ആ മക്കളെങ്ങനെയാണ്? ഹിസ് സൺസ് ഹു ആർ ലോസ്റ്റ് ഇൻ ദെയർ സ്മാർട്ട് ഫോൺസ്. അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സ്മാർട്ട് ഫോണിൽ. അവരെന്ത് ചെയ്തിരിക്കുന്നു? ദേ ആർ ഡ്രോൺഡ് ഇൻ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ആ സോഷ്യൽ മീഡിയ എങ്ങനെയാണ്? എ വേൾഡ് വിച്ച് ഈസ് ഏലിയൻ ടു ഹിം, അല്ലേ? അദ്ദേഹത്തിന് അന്യമായ ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. ആസ് ഇറ്റ് ഈസ് ഫോർ മെനി ഓഫ് ഹിസ് ജനറേഷൻസ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജനറേഷനിലുള്ള പലർക്കും ഈ ഒരു സോഷ്യൽ മീഡിയ അന്യമാണ്. ഹി വിഷസ് എസ്പെഷ്യലി ഫോർ ദ അപ്രൂവൽ ആൻഡ് കെയർ ഓഫ് ഹിസ് എൽഡർ സൺ ആൻ്റണി. അപ്പോൾ നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് ആഗ്രഹിക്കുന്നത് തൻ്റെ മകൻ ആൻ്റണിയുടെ, മൂത്തമകനായ ആൻ്റണിയുടെ കെയറിങ്ങിനും അംഗീകാരത്തിനും വേണ്ടിയിട്ടാണ്. ദ വേരിയസ് റിലേഷൻഷിപ്സ് പോർട്രേഡ്, പാരൻസ് ആൻഡ് ചിൽഡ്രൻ, ഫ്രണ്ട്ഷിപ്പ്, സിബ്ലിങ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് മോർ ആർ റൗണ്ടഡ്, വെൽ ക്യാപ്ചേർഡ് ആൻഡ് സ്റ്റിറിങ്. എല്ലാ ബന്ധങ്ങളെയും വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു ഈ ഒരു കഥയിൽ. ഹോം ഈസ് എ മസ്റ്റ് വാച്ച് എൻ്റർടൈനർ. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു എൻ്റർടൈനറാണ് ഹോം എന്നുള്ളത്. ആൻഡ് ദ ഹോൾ ഫാമിലി ക്യാൻ ലാഫ്. എല്ലാവർക്കും ചിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആൻഡ് ക്രൈ ഹാപ്പി ടിയേഴ്സ് ത്രൂ ടുഗെദർ. ഒരുമിച്ചിരുന്ന് ആനന്ദാശ്രു ഒഴിക്കാനും പറ്റും. അടുത്തത് 23ാമത്തെ ചോദ്യം. ആഫ്റ്റർ ഹിസ് എക്സ്പെഡിഷൻസ് ഹെർസോഗ് ഡിസൈഡ്സ് ടു റൈറ്റ് എ ലെറ്റർ ടു ഷെർപ്പാസ് എക്സ്പ്രസിംഗ് ഹിസ് താങ്ക്സ് ടു ദം ഫോർ ദെയർ ഹെൽപ്സ് ആൻഡ് കൺസേൺസ്. പ്രിപ്പയർ ദ ലെറ്റർ. ഇപ്പോൾ ഹിമാലയൻ എക്സ്പെഡിഷന് ശേഷം ഹെർസോഗ് ഒരു ലെറ്റർ ഓഫ് താങ്ക്സ് അയക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ട്? ഷെർപ്പാസിന് വേണ്ടി. അപ്പോൾ ആ ഒരു കത്ത് തയ്യാറാക്കാനാണ്. അപ്പോൾ ഫ്രം അഡ്രസ് നമ്മൾ എഴുതുന്നു, അല്ലേ? ഒരു ഇമേജിനറി അഡ്രസ്സാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഡേറ്റ് ഇട്ടിട്ടുണ്ട്, ഡിയർ ടീം. ഇപ്പോൾ ഷെർപ്പാസ് എന്നുള്ളൊരു ടീമായതുകൊണ്ട് ഡിയർ ടീം എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. പരിചയപ്പെടുത്തിക്കൊണ്ട് കത്ത് തുടങ്ങുകയാണ്. ഐ ആം ഹെർസോഗ്, ദ ഓൾഡ് മാൻ ഹൂം യു അസിസ്റ്റഡ് ഇൻ മൈ ഹിമാലയൻ എക്സ്പെഡിഷൻ ലാസ്റ്റ് വീക്ക്. താങ്ക് യു ഓൾ ഫോർ എ ട്രെമൻഡസ് ഹെൽപ്പ് ഡ്യൂറിങ് ദ ഡേഞ്ചറസ് ട്രിപ്പ്. ആ ഡേഞ്ചറസ് ട്രിപ്പിൽ നിങ്ങൾ ചെയ്ത എല്ലാ ഹെൽപ്പിനും, വലിയ ഹെൽപ്പിന് നന്ദി അറിയിക്കുന്നു. വിതൗട്ട് യുവർ ഡിലിജൻസ്, ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പീരിയൻസ് വി വുഡ് നോട്ട് ഹാവ് ബീൻ ഏബിൾ ടു അക്കംപ്ലിഷ് അവർ മിഷൻ. ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ മിഷൻ, ഞങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങളുടെ ജാഗ്രതയും, ഡിലിജൻസ് പറഞ്ഞ ജാഗ്രത അല്ലെങ്കിൽ ചുറുചുറുക്കം എന്നൊക്കെ പറയാം, ഹാർഡ് വർക്ക്, അല്ലേ, കഠിനാധ്വാനവും എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ. ഡിയർ ആലിയ, സാക്കി ആൻഡ് അതർ ടീം മെമ്പേഴ്സ്, അവരെ അഭിസംബോധന ചെയ്യുന്നു, പേര് വിളിച്ച്. വി വർ ടുഗെദർ ഫോർ എ ഫ്യൂ ഡേയ്സ്. നമ്മൾ ഒരുമിച്ചായിരുന്നു കുറച്ച് ദിവസങ്ങൾ. ബട്ട് വി ആർ ഇൻഡെപ്റ്റഡ് ടു യു ഫോർ അവർ ലൈഫ് ടൈം. പക്ഷേ ഞങ്ങൾ ജീവിതകാലത്തിലുടനീളം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് ഓൺലി വിത്ത് ദ കൺസിഡറബിൾ ഹെൽപ്പ് ഫ്രം യുവർ ടീം വി വർ ഏബിൾ ടു റിട്ടേൺ അലൈവ്. നിങ്ങളുടെ ഏറ്റവും വിലയേറിയ ആ ഒരു സഹായം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവനോടെ തിരിച്ചു വന്നത്. വി ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു അഗെയിൻ. നിങ്ങളെ ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ യുവേഴ്സ് ലവിംഗ്ലി മൗറിസ് ഹെർസോഗ് ആൻഡ് ടീം. അങ്ങനെ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ഹാവ് റെഡ് ദ ഓതേഴ്സ് റിഫ്ലക്ഷൻസ് ഓൺ ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സിനെ കുറിച്ച് എഴുത്തുകാരൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ വായിച്ചതാണ്. യു ഹാവ് യുവർ ഓൺ ഐഡിയാസ് ഓൺ ഗുഡ് മാനേഴ്സ് ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് ബിക്കം എ പാർട്ട് ഓഫ് യുവർ സോഷ്യൽ ലൈഫ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗുഡ് മാനേഴ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളുണ്ടാകും. അതെങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമാകുന്നത് എന്നും. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ടോപ്പിക് ഗുഡ് മാനേഴ്സ് ഇൻ അബൌട്ട് എ പേജ്. ഒരു പേജിൽ ഗുഡ് മാനേഴ്സിനെ കുറിച്ച് എഴുതാനാണ്. Good manners are important for a person to live in a society. To know how to behave to others is the most important knowledge one should possess. ഒരാൾ കരസ്ഥമാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ളതാണ്. If a person is educated but lacking good manners will not be an acceptable man.
അപ്പം ഒരാൾ എഡ്യൂക്കേറ്റഡാ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് മാനേഴ്സ് ഇല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും സ്വീകാര്യനായ ഒരു വ്യക്തിയായിരിക്കില്ല. അതേഴ്സ് മേ നോട്ട് കൗണ്ട് ഹിം എ വർത്തി പേഴ്സൺ ടു ഇൻട്രാക്ട് വിത്ത്. മറ്റുള്ളവർ അദ്ദേഹത്തെ ഇൻട്രാക്റ്റ് ചെയ്യാവുന്ന, ഇടപെടാവുന്ന ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുകയില്ല. ദർ ആർ സർട്ടൻ വാല്യൂസ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സിനോട് ബന്ധപ്പെട്ട് കുറച്ച് വാല്യൂസ് ഉണ്ട്, മൂല്യങ്ങൾ അല്ലേ. വി ഷുഡ് നോട്ട് ബി ജഡ്ജ്മെൻ്റൽ ആൻഡ് ബോസി. നമ്മൾ ആരെയും ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. ഒരാളോട് സംസാരിക്കുന്നു എന്ന് വെച്ചാൽ അവരെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല, അവരെ വിലയിരുത്തരുത്. ആൻഡ് ബോസി എന്ന് പറഞ്ഞാൽ ഒരു മേൽക്കോയ്മയോടെ പെരുമാറുക അല്ലേ, അതിന് നിൽക്കരുത്. വി മസ്റ്റ് കൺസിഡർ ദ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം. നെവർ ബ്രേക്ക് ദ കോൺഫിഡൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകർക്കരുത്. ലേൺ ടു ബി പൊളൈറ്റ് ആൻഡ് കർട്ടിയസ് ഇൻ അവർ ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ വളരെ പൊളൈറ്റ് ആയിരിക്കണം, അല്ലെ, വിനയാന്വിതരായിരിക്കണം, മര്യാദയുള്ളവരായിരിക്കണം. മൈൻഡ് യുവർ സ്പീച്ച് ആൻഡ് ടേക്ക് കെയർ ദാറ്റ് വി ഡോണ്ട് ഹേർട്ട് അതേഴ്സ് ബൈ അവർ വേർഡ്സ്. നമ്മുടെ സംഭാഷണം നമ്മൾ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും. We should not discriminate people on the basis of age, class, sex, caste and such other bias. എന്തെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേരിൽ, ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയൊക്കെ പേരിൽ ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. ലേൺ ടു റെസ്പെക്ട് ദ പീപ്പിൾ അറൗണ്ട് യു. ചുറ്റുമുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ ശീലിക്കണം. ഓൾവേസ് ബി ട്രൂ ഇൻ വാട്ട് വി സേ ആൻഡ് വാട്ട് വി ഡു. ചെയ്യുന്നതിലും പറയുന്നതിലും എപ്പോഴും സത്യസന്ധത ഉണ്ടായിരിക്കണം. വി മസ്റ്റ് ലിസൺ ടു അതേഴ്സ് പേഷ്യൻ്റ്ലി. മറ്റുള്ളവരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. ബി റെസ്പോൺസിബിൾ ഫോർ അവർ കമ്മിറ്റ്മെൻറ്റ്സ്. നമ്മുടെ ചുമതലകളിൽ നമ്മൾ ഉത്തരവാദിത്തം കാണിക്കണം. വി ഷുഡ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വി ഷുഡ് തിങ്ക് റേഷണലി. യുക്തിപരമായിട്ട് ചിന്തിക്കണം. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ ടു ദ എഡിറ്റർ. ലെറ്റർ ടു ദ എഡിറ്ററാണ്. റിഫ്ലക്റ്റിംഗ് ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ സ്റ്റുഡൻസ് ആൻഡ് ദ പബ്ലിക് ഡ്യൂ ടു ദ സ്കേഴ്സിറ്റി ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ യുവർ പ്ലേസ് ആൻഡ് ദ നീഡ് ഫോർ അലവിംഗ് മോർ KSRTC ബസ് സർവീസസ് ടു സോൾവ് ദ ഇഷ്യൂ. അപ്പം നിങ്ങളുടെ പ്രദേശത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണ്ടത്രയില്ല അല്ലേ, പൊതുഗതാഗത സൗകര്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ KSRTC ബസ്സുകൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റർക്ക്, ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്ക് ഒരു കത്തയക്കാനാണ്. അപ്പോൾ സെൻറ്ററിൻ്റെ ഒരു ഇമാജിനറി അഡ്രസ്സ് വേണം, അതുപോലെ ഫ്രം അഡ്രസ്സ് അല്ലേ, ഫ്രം അഡ്രസ്സിന് ശേഷം ഡേറ്റ് വെച്ചിരിക്കുന്നു, അതിനുശേഷം ദ എഡിറ്റർ, പിന്നെ ഏത് പത്രത്തിൻ്റെ പത്രാധിപർക്കാണോ കത്തയക്കുന്നത് ആ പത്രത്തിൻ്റെ പേര്, പിന്നെ എഡിഷൻ. സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ റിഗാർഡിംഗ്. ഇനി കത്തിലേക്ക് ബോഡി ഓഫ് ദ ലെറ്ററാണ്. ഐ എം എ റെഗുലർ ഫോളോവർ ഓഫ് മാതൃഭൂമി. Through the columns of your esteemed daily, I would like to draw the kind attention of the authorities concerned and common masses towards the difficulties faced by students and the public due to the scarcity of public transport system in Cherpula area. ഇപ്പോൾ മാതൃഭൂമിയുടെ സ്ഥിരം വായനക്കാരനാണ്. നിങ്ങളുടെ ആദരണീയമായ പത്രത്തിൻ്റെ കോളത്തിലൂടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു സീരിയസ് ആയിട്ടുള്ള കാരണമുണ്ട് അല്ലേ. എന്താണ് കാരണമെന്ന് പറയുന്നു? ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ സ്റ്റുഡൻസ് ആൻഡ് ദ പബ്ലിക് ഡ്യൂ ടു ദ സ്കേഴ്സിറ്റി ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇൻ ചെർപ്പുള ഏരിയ. ചെർപ്പുള എന്ന് പറയുന്ന വില്ലേജിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ അപര്യാപ്തതയുണ്ട്. അതുകൊണ്ട് സ്റ്റുഡൻസും പബ്ലിക്കും ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ആഫ്റ്റർ ദ ഔട്ട് ബ്രേക്ക് ഓഫ് കൊറോണയ്ക്ക് ശേഷം ആൻഡ് ഡ്യൂ ടു ദ ഹൈക്ക് ഇൻ ഫ്യൂൽ പ്രൈസ് അല്ലേ, ഡീസലിൻ്റെയൊക്കെ വില കൂടിയതിന് ശേഷം പ്രൈവറ്റ് ബസ് സർവീസസ് ഹാസ് ബീൻ കർടെയിൽഡ്. അപ്പം പല പ്രൈവറ്റ് ബസ് സർവീസും മുടങ്ങിയിട്ടുണ്ട്. Thus, the regular commuters like students and me are severely affected. അതുകൊണ്ട് സ്ഥിരം യാത്രക്കാരായ എന്നെ പോലെയുള്ളവർ അല്ലെങ്കിൽ കുട്ടികൾ എല്ലാവരും ബാധിക്കപ്പെട്ടിട്ടുണ്ട്. There are many of us working people who have to travel daily from one place to another, majorly using the public transport. ഞങ്ങളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. That's why the lack of minimum convenience in this sector can prove to be a nightmare for us. അതുകൊണ്ടാണ് that's why the lack of minimum convenience in this sector, ചെറിയൊരു ഇൻകൺവീനിയൻസ് പോലും, അസൗകര്യം പോലും ഞങ്ങൾക്ക് എന്താണ്, ഒരു ദുസ്വപ്നമാണ്, നൈറ്റ്മെയറാണ്. This also affects the mobility of people in that particular area. ആ സ്ഥലത്തെ ആളുകളുടെ മൊബിലിറ്റിയെ തന്നെ, മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റാണ് അല്ലേ, അത് ബാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ഹൈ ടൈം ദ അതോറിറ്റീസ് വോക്ക് അപ്പ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ണു തുറക്കേണ്ട അല്ലെങ്കിൽ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ടു ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ടേക്ക് സം ഫേം ആക്ഷൻ ടു ഇംപ്രൊവൈസ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ ദ വില്ലേജ്. വില്ലേജിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ഇംപ്രൊവൈസ് ചെയ്യേണ്ട അല്ലേ സമയം അതിക്രമിച്ചിരിക്കുന്നു. ദ ഗവൺമെൻറ് മസ്റ്റ് കം ടു ദ എയ്ഡ് ഓഫ് ദ പബ്ലിക്. ജനങ്ങളെ സഹായിക്കാൻ ഗവൺമെൻറ് വരണം. ബൈ അലവിങ് മോർ KSRTC ബസ് സർവീസസ് ടു സോൾവ് ദ ഇഷ്യൂ. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ KSRTC ബസ്സുകൾ അലവ് ചെയ്തുകൊണ്ട്.
yours truly, name and signature. So this is the end of the letter to the editor. അടുത്ത ചോദ്യം, കൺസിഡർ യു ഗോട്ട് an opportunity to interview Maurice Herzog, a French Mountaineer. Prepare 3 possible questions and responses. 3 ചോദ്യങ്ങൾക്ക് 3 മാർക്ക്, 3 ഉത്തരങ്ങൾക്ക് 3 മാർക്ക്, അങ്ങനെ 6 മാർക്കിനുള്ള ചോദ്യം. ഇപ്പം ഇൻ്റർവ്യൂവിലേക്ക് കിടക്കാം. ഞാൻ, അതായത് ഇൻ്റർവ്യൂവർ: Good morning, sir. I'm so excited that I got a chance to interview you. Let me ask a few questions, sir. What are the qualities of a good mountaineer, sir? അപ്പോൾ നല്ല ഒരു പർവ്വതാരോഹകൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഹെർസോഗ് പറയുന്നു, വിൽ പവർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഹി മസ്റ്റ് ബി ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഹി മസ്റ്റ് ഹാവ് എൻഡ്യൂറൻസ് ആൻഡ് പെർസിസ്റ്റൻസ്. അവന് സഹനശേഷിയും സ്ഥിരോത്സാഹവും വേണം, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു പ്രിപ്പയർ യുവർ സെൽഫ് ബിഫോർ എ മിഷൻ? ഒരു ദൗത്യത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ആവുന്നത്? ഹെർസോഗ്, എവരി പീക്ക് ഈസ് യുണീക്ക്. ഓരോ പീക്കും വ്യത്യസ്തമാണ്. സോ വി ഹാവ് ടു പ്രിപ്പയർ അക്കോർഡിംഗ്ലി. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് പ്രിപ്പറേഷൻ നടത്തേണ്ടത്. അടുത്ത ചോദ്യം, ഔട്ട് ഓഫ് 4 ക്ലൈംബ്സ് യു ഹാവ് അണ്ടർടേക്കൻ ടിൽ ഡേറ്റ്, വിച്ച് വുഡ് യു സേ വാസ് ദ ടഫസ്റ്റ് വൺ ആൻഡ് വൈ? ഔട്ട് ഓഫ് ദ ക്ലൈംബ്സ് യു ഹാവ് അണ്ടർടേക്കൻ ടിൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടിൽ നൗ, ഇന്നേ വരെ നിങ്ങൾ ചെയ്ത പർവ്വതാരോഹണങ്ങളിൽ വിച്ച് വുഡ് യു സേ വാസ് ദ ടഫസ്റ്റ് വൺ ആൻഡ് വൈ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണത്? പ്രയാസമേറിയതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഹെർസോഗ് മറുപടി പറയുന്നു, എവരി പീക്ക് വി ക്ലൈം ഹാസ് ഇറ്റ്സ് ഓൺ റിസ്ക് ഫാക്ടേഴ്സ്. അല്ലേ, ഞങ്ങൾ കയറുന്ന ഓരോ പീക്കിനും അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. ഹവെവർ ഐ തിങ്ക് അന്നപൂർണ എക്സ്പെഡിഷൻ മോസ്റ്റ് ചാലഞ്ചിങ് ഡ്യൂ ടു ഹെവി അവലാഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു വൺ ഓഫ് യുവർ പീഴ്സ് ഹു വാണ്ട് ടു ടേക്ക് അപ്പ് മൗണ്ടനിയറിംഗ്? ഇപ്പോൾ നിങ്ങളുടെ കൂട്ടാളിയോട് നിങ്ങൾ എന്ത് അഡ്വൈസാണ് കൊടുക്കുക? നിങ്ങളുടെ കൂട്ടാളി എങ്ങനെയുള്ള ആളാണ്? പർവ്വതാരോഹണം ചെയ്യാൻ പോകുന്ന ആളാണ്. അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് എങ്ങനെയായിരിക്കും? ഹെർസോഗ് പറയുന്നു, ഐ വുഡ് ലൈക്ക് ടു അഡ്വൈസ് ഓൾ മൈ പീഴ്സ് ഇമ്മെറ്റീരിയൽ ഓഫ് വെദർ ദേ ടേക്ക് അപ്പ് മൗണ്ടനിയറിംഗ് ഓർ നോട്ട്. മൗണ്ടനിയറിംഗ് നടത്തിയാലും ഇല്ലെങ്കിലും എല്ലാവരോടുമുള്ള എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് ടു ബി ബ്രേവ് ആൻഡ് ഫോക്കസ്ഡ്. എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക, അതുപോലെ തന്നെ ധീരന്മാരായിരിക്കുക എന്നുള്ളതാണ്. ഐ ബിലീവ് ഇൻ ഹാർഡ് വർക്ക് ആൻഡ് സിൻസിയറിറ്റി. ആത്മാർത്ഥതയിലും കഠിനാധ്വാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. മൈ ഓൺലി അഡ്വൈസ് ടു ദം വിൽ ബി to be committed towards their goal and do the hard work to achieve it. അവരുടെ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഉപദേശം. നെക്സ്റ്റ്, സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന് പറയുന്ന പോയത്തിലെ അതിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് അറ്റൻഡ് ചെയ്യാം? സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ഒരു ടൈറ്റിലായതുകൊണ്ട് ആ മെയിൻ വേർഡ്സ് എല്ലാം ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കാണാം. എസ് എന്നുള്ളതും സി എന്നുള്ളതും സ്വീറ്റസ്റ്റ് എന്നുള്ളതിൻ്റെ എസ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. അതൊരു ഇൻവെർട്ടർ കോമയുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടല്ലേ, ടൈറ്റിലാണ്. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ഈസ് എ പോപ്പുലർ പോയം റിട്ടൺ ബൈ എമിലി ഡിക്കിൻസൺ, എ ഗ്രേറ്റ് അമേരിക്കൻ പോയറ്റ് വിത്ത് ഇറ്റ്സ് തീം ഓഫ് സക്സസ് ആൻഡ് ഫെയിലർ. അമേരിക്കൻ പോയറ്റായ എമിലി ഡിക്കിൻസൺ എഴുതിയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോയാണ് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്നുള്ളത്. അതിൻ്റെ തീം എന്ന് പറയുന്നത് സക്സസും ഫെയിലറും തന്നെയാണ്. The poem speaks about the value of success and describes that only those who fail frequently can truly feel the exact value of success. പോയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് സക്സസ് ആണ്, അതായത് വിജയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ്. ആൻഡ് ഡിസ്ക്രൈബ്സ് ദാറ്റ്, ഒരു കാര്യം കൂടി വിവരിക്കുന്നുണ്ട്, ഓൺലി ദോസ് ഹു ഫെയിൽ ഫ്രീക്വൻ്റ്ലി, പലപ്പോഴും പരാജയപ്പെടുന്നവരാണ് ക്യാൻ ട്രൂലി ഫീൽ ദ എക്സാക്ട് വാല്യൂ ഓഫ് സക്സസ്. പലപ്പോഴും പരാജയപ്പെടുന്ന ആളുകൾക്കാണ് വിജയത്തിൻ്റെ മൂല്യം കൂടുതലായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുക. ട്രൂ ആയിട്ട് അവർക്ക് വിജയം എന്താണെന്ന് ഉള്ളിൽ ഫീൽ ചെയ്യണമെങ്കിൽ പലപ്പോഴും തോൽക്കുന്നവരായിരിക്കണം. ദ ഡിസയർ ഫോർ സക്സസ് ഈസ് സോ സ്ട്രോങ് വിത്ത് ദോസ് ഹു ആർ ബാഡ്ലി ഇൻ നീഡ് ഓഫ് ഇറ്റ്. വിജയിക്കാനുള്ള ഉത്കടമായ ആഗ്രഹം അത് വളരെ സ്ട്രോങ് ആയിരിക്കും. ആർക്കാണ് ആഗ്രഹം സ്ട്രോങ് ആയിട്ടുണ്ടാവുക? ഹു ആർ ബാഡ്ലി ഇൻ നീഡ് ഫോർ ഇറ്റ്. ആർക്കാണോ അതിന് അത്യധികമായിട്ടുള്ള ആവശ്യമുള്ളത്. ബാഡ്ലി ഇൻ നീഡ് എന്ന് പറഞ്ഞാൽ, ബാഡ് എന്ന് പറഞ്ഞാൽ മോശം എന്നൊക്കെയാണ്, പക്ഷേ ബാഡ്ലി ഇൻ നീഡ് എന്ന് പറഞ്ഞാൽ അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയില്ലേ. വി ആർ ബാഡ്ലി ഇൻ നീഡ് ഓഫ് സം മണി. നമുക്ക് പണം അത്യാവശ്യമുള്ള ഒരു സാധനമാണ് അല്ലേ. പണത്തിന് വേണ്ടി ഇപ്പോൾ അത്യാവശ്യമുണ്ടോ എന്നുള്ളതിനാണ് ബാഡ്ലി ഇൻ നീഡ് ഓഫ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, സക്സസ് അത്രയും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്കാണ് അതിനെക്കുറിച്ചുള്ള ആഗ്രഹം വളരെയധികം ഉണ്ടാവുക അല്ലേ. ദ ഡിസയർ ഫോർ സക്സസ് ഈസ് സോ സ്ട്രോങ് വിത്ത് ദോസ് ഹു ആർ ബാഡ്ലി ഇൻ നീഡ് ഓഫ് ഇറ്റ്. ടു അണ്ടർസ്റ്റാൻഡ് ദ സ്വീറ്റ്നെസ് ഓഫ് നെക്ടർ.
ഒരു നെക്ടാർ എന്ന് വെച്ചാൽ അമൃത എന്നാണ്, ഇവിടെ എന്ത് പറയാം, ഹണി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടെക്സ്ച്വൽ മീനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗുഡ് ഫുഡ് എന്നാണ്, അല്ലേ, നല്ല ഭക്ഷണം എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു തേനിൻ്റെ മധുരം മനസ്സിലാകണമെങ്കിൽ വൺ ഹാസ് ടു ബി ഡിപ്രൈവ്ഡ് ഓഫ് ഇറ്റ്. അതിൻ്റെ അപര്യാപ്തതയുണ്ടാകണം. ഒരാൾക്കൊരു കാര്യം കിട്ടിയില്ലെങ്കിലാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാവുക. ദ പോയം ഓപ്പൺസ് അപ്പ് ദ പെയിൻഫുൾ ട്രൂത്ത്സ് ഓഫ് ഹ്യൂമൻ ഡിസയർ. ഈ പോയം തുറന്നു കാണിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങളാണ്, വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ്. The author uses the images of soldiers to show who counts success the sweetest. ആരാണ് വിജയത്തെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓതർ 2 ഇമേജസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഓതർ ഉപയോഗിച്ച ഇമേജസ് സോൾജിയേഴ്സിൻ്റെയാണ്, അല്ലേ. ഷീ കമ്പയർസ് ദ സോൾജിയേഴ്സ് ഹു ഹാവ് വൺ ദ വാർ വിത്ത് ദ ലൂസർ സൈഡ്. അപ്പോൾ നമ്മുടെ ഓതർ കമ്പയർ ചെയ്യുന്നുണ്ട്, താരതമ്യം ചെയ്യുന്നുണ്ട് സോൾജിയേഴ്സിനെ, ഹു ഹാവ് വൺ ദ വാർ വിത്ത് ദ ലൂസർ സൈഡ്. വിജയിച്ച സോൾജിയറിനെ പരാജയപ്പെട്ട സൈഡിനോട്, അതായത് പരാജയപ്പെട്ട സോൾജിയേഴ്സിനോട് കമ്പയർ ചെയ്യുകയാണ്. ദ ഫോമർ ഹാവ് വൺ, അതായത് വിജയ്, ആദ്യത്തേതെന്ന് പറയുന്നത് വിജയിച്ച ആളുകളാണ്. ബട്ട് സ്റ്റിൽ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ മീനിങ് ഓഫ് സക്സസ്. പക്ഷേ ദേ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എക്സാക്ട്ലി സക്സസ്. അവർക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല വാട്ട് എക്സാക്ട്ലി സക്സസ് ഈസ്. എന്താണ് യഥാർത്ഥത്തിൽ വിജയം എന്നുള്ളത് വിജയിച്ച ആളുകൾക്ക് മനസ്സിലാവില്ല, അതിൻ്റെ മൂല്യം മനസ്സിലാവില്ല. ബിക്കോസ് ദേ ഹാവ് നോട്ട് എക്സ്പീരിയൻസ് ദ പെയിൻ ഓഫ് ഫെയിലർ. പരാജയത്തിൻ്റെ വേദന അവർ അനുഭവിക്കാത്തത് കൊണ്ട് വിജയത്തിൻ്റെ മൂല്യം അവർക്ക് മനസ്സിലാകുന്നില്ല. ഈസ് ദ വിക്ടോറിയസ് സോൾജിയേഴ്സ് ബൈ ഹൂം ദ ഫ്ലാഗ് ഈസ് ക്യാരിഡ്. വിജയികളാണല്ലോ പതാക ഏന്തുക. They may find it difficult to describe victory so clearly. അങ്ങനെ വിജയിച്ച് പതാക ഏന്തിയ ആളുകൾക്ക് ഒരിക്കലും സക്സസ്സിനെ, വിക്ടറിയെ വളരെ വിശദമായിട്ട് ക്ലിയറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കില്ല. അപ്പുറത്താരുണ്ട്, ഡൈയിങ് വാരിയർ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യോദ്ധാവ്, ഓഫ് ദ ലൂസിങ് സൈഡ്, അല്ലേ, നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പരാജയപ്പെട്ട സൈഡിലെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യോദ്ധാവുണ്ട്. ഹു ക്യാൻ ഹിയർ ദ വിക്ടോറിയസ് സോൾജിയേഴ്സ് സെലിബ്രേറ്റിംഗ് ദ ഡേ. ആൾക്ക്, അതായത് പരാജയപ്പെട്ട ആ സോൾജിയർക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്ത്, ദ സെലിബ്രേഷൻ ഓഫ് വിക്ടോറിയസ് സൈഡ്. വിജയിച്ചവരുടെ ആഹ്ലാദാരവങ്ങൾ, വിജയിച്ച ആളുകളുടെ സെലിബ്രേഷൻസ് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് എത്തുന്നുണ്ട്. ഹെൻസ് ദ വൺ ഹൂ ഈസ് ലൂസിങ് ദ ബാറ്റിൽ ഓഫ് ഹിസ് ലൈഫ് ക്യാൻ സെൻസ് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് സക്സസ്. അങ്ങനെ ദ വൺ ഹൂ ഈസ് ലൂസിങ് ദ ബാറ്റിൽ, ആർക്കാണോ യുദ്ധം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്, എന്തിൻ്റെ യുദ്ധമാണ്, ബാറ്റിൽ ഓഫ് ഹിസ് ലൈഫ്, അവൻ്റെ ജീവിത യുദ്ധത്തിൽ പരാജയപ്പെട്ടവന് ക്യാൻ സെൻസ് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് സക്സസ്. അവനാണ് വിജയത്തിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ സാധിക്കുക. 28ാമത്തെ ചോദ്യം, സമ്മറൈസ് ദ സ്റ്റോറി ദ ഗിഫ്റ്റ്. In the story, The Gift, S.K. Pottekkatt shares with us some of the experiences he had when he visited Rome. റോം സന്ദർശിച്ചപ്പോഴുള്ള എസ് കെ പൊറ്റക്കാടിനുണ്ടായ ചില അനുഭവങ്ങളാണ് ഗിഫ്റ്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. By getting on an empty circular bus, he reaches a nearby cemetery, though his wish was to visit the tomb of Shelley. ഒരു ബസ്സിൽ കയറിയിട്ട് അടുത്തുള്ളൊരു സെമിത്തേരിയിൽ ഇറങ്ങുന്നു, അല്ലേ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഷെല്ലിയുടെ ടൂംബ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിലും ബൈയിങ് എ ബൂക്കെ ഫ്രം നിയർ ബൈ ഹി എൻറ്റർഡ് ദ സെമിറ്ററി. അങ്ങനെ ഒരു പൂച്ചെണ്ട് വാങ്ങിയിട്ട് സെമിത്തേരിയിൽ പ്രവേശിക്കുന്നു. ദ കാം ആൻഡ് സ്പ്രെഡ് ഔട്ട് സെറ്റിംഗ് ഓഫ് ദ സെമിറ്ററി അട്രാക്റ്റഡ് ഹിം. അവിടുത്തെ ശാന്തത, അവിടുത്തെ വിശാലത അദ്ദേഹത്തെ ആകർഷിക്കുന്നു. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഇറ്റ് വാസ് ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവറിംഗ് ട്രീസ് ഓൾമോസ്റ്റ് കവേർഡ് ദ ടൂം സ്റ്റോൺസ്. ആ ശവകുടീരങ്ങൾ മുഴുവൻ പൂമരങ്ങളാൽ മൂടിയിരുന്നു. ഹി ഫൗണ്ട് ദ റിച്ച് ആൻഡ് ദ പുവർ ആൻഡ് ദ വിർജിൻ ആൻഡ് ദ ബുച്ചർ ലൈയിങ് സൈഡ് ബൈ സൈഡ് ഇൻ ടൂംസ്. Death knows no discrimination. It's a great leveler. Sons, fathers, wives, husbands, lovers, everyone crowded there paying homage to the dead on their death anniversary. Cemeteries could be described as the silent battlefield of emotions. Then he saw an old couple, an old lady with a bouquet and an old man with a new toy, approaching the tomb of their son Chico. They cleaned the tomb and placed the bouquet and toy there. ആ വയസ്സായ കപ്പിൾ വന്നിട്ട് മകനായിട്ടുള്ള ചിക്കോവിൻ്റെ ടൂമ്പിന് മുന്നിലായിട്ടൊരു ടോയ് വെക്കുകയാണ്, അല്ലേ, ഒരു ബൂക്കെയും. വിതൗട്ട് ഷോയിങ് എനി ഇമോഷണൽ ഓർ സെൻറ്റിമെൻ്റൽ ജെസ്റ്റേഴ്സ് ദേ ബേഡ് ചിക്കോ ഫെയർവെൽ. പ്രത്യേകിച്ച് വികാര പ്രകടനങ്ങളൊന്നുമില്ലാതെ തന്നെ അവരവിടെ നിന്ന് സ്ഥലമിടുന്നു.
From the engravings on the tombstone, the writer understands that all couple lost their child when Chiku was just 9. 9 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടതാണ് മകനെന്ന് ആ ടൂമ്പിലെ എഴുത്തിൽ നിന്ന് എഴുത്തുകാരന് മനസ്സിലാവുകയാണ്. If he had been alive still, he would have been 44-year-old man. Death immortalized Chiku's childhood. To his parents, he is a small boy forever. Then the narrator placed his bouquet at Chiku's tomb. This story makes us realize how the inevitable death can immortalize a man. ഈ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എങ്ങനെയാണ് ഒഴിച്ചുകൂടാനാവാത്ത മരണം ഒരാളെ ഇമ്മോർട്ടലൈസ് ചെയ്യുന്നത്, അനശ്വരനാക്കുന്നത് എന്നുകൂടി. അപ്പോൾ ഇത്രയുമാണ് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മോഡൽ എക്സാമിന് ചോദിച്ചത്. ഇനി ഒരു 3 essay ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അതുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.